ഈ കടലയും സോയാബീനും ഒക്കെ കഴിച്ചാൽ ഉറപ്പാണ് അസിഡിറ്റി. ആനിമൽ പ്രോട്ടീൻ, പാല് കഴിച്ചാൽ അസിഡിറ്റി ഉറപ്പാണ്, മുട്ട കഴിച്ചാൽ അസിഡിറ്റി ഉറപ്പാണ്, മാംസം കഴിച്ചാൽ പറയേ വേണ്ട. രാവിലെ പുട്ടും കടലയും കഴിച്ച എത്ര പേരുണ്ട്? ഒരാൾ. ഓക്കെ, പുട്ടും കടലയാണ്. പുട്ടും പഴവും കഴിച്ച എത്ര പേരുണ്ട്? പുട്ടും പഴവും ഇല്ല. പുട്ടും കടലയും കഴിച്ചാൽ അസിഡിറ്റി ഉറപ്പാണ്. കാർബോഹൈഡ്രേറ്റിൻ്റെ കൂടെ പ്രോട്ടീൻ ഭക്ഷണം കഴിച്ചാൽ അസിഡിറ്റി ഉറപ്പാണ്. പിന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ കൂടെ ചേരേണ്ടുന്ന ഏറ്റവും നല്ല കോമ്പിനേഷൻ ഏതാണ്? പുട്ടിൻ്റെ കൂടെ പറ്റുന്ന കോമ്പിനേഷൻ ഏതാണ്? നമ്മൾ പഠിച്ചത് പലതും തെറ്റാണ്. പുട്ടും കടലയും കറക്റ്റ് കോമ്പിനേഷൻ അല്ല. അതായത് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും കറക്റ്റ് കോമ്പിനേഷൻ അല്ല. ചിക്കൻ ബിരിയാണി കറക്റ്റ് കോമ്പിനേഷൻ അല്ല. പുട്ടും ഇറച്ചി അല്ല, സോറി, ചോറും ഇറച്ചിയും കറക്റ്റ് കോമ്പിനേഷൻ അല്ല. മനസ്സിലായോ? ഇത് കഴിച്ചാൽ അസിഡിറ്റി ഉറപ്പാണ്, 100% ഉറപ്പാണ്. പിന്നെ പുട്ടിൻ്റെ കോമ്പിനേഷൻ ഏതാണ്? പുട്ടിൻ്റെ യഥാർത്ഥ കോമ്പിനേഷൻ ഏതാണ്? എന്താ? പഴോ? അസിഡിറ്റി ഉറപ്പ്, അത് പറയേണ്ട ആവശ്യമില്ല. പുട്ടും പഴവും കറക്റ്റ് കോമ്പിനേഷൻ അല്ല. ചെറുപയർ പ്രോട്ടീനാണ്, അസിഡിറ്റി ഉറപ്പാണ്. വലിയതാ? പറയൂ. ഇതൊന്നും പഠിക്കാതെ എന്തെങ്കിലും കൊടുത്തിട്ട് നമ്മളോ ഇങ്ങനെ നമ്മളെ കുട്ടികളെങ്കിലും നിങ്ങൾ ഇടക്കാറാക്കണ്ടപ്പാ. നമ്മളെ കുട്ടികളെങ്കിലും നിങ്ങളൊന്ന് വിട്ടേക്കും. മനസ്സിലായില്ലേ? നമ്മളോ ഇങ്ങനെ ആയിപ്പോയി. പിന്നെ ഏതാ കറക്റ്റ് കോമ്പിനേഷൻ? പുട്ടിൻ്റെ കൂടെ കറക്റ്റ് കോമ്പിനേഷൻ നമ്മളെ നാട്ടിലൊക്കെ സ്റ്റൂ എന്ന് പറയും. സ്റ്റൂവോ എന്താണല്ലോ പറയുക? അതാണ് കറക്റ്റ് കോമ്പിനേഷൻ. മനസ്സിലായില്ലേ? പുട്ടിൻ്റെ കൂടെ കറക്റ്റ് കോമ്പിനേഷൻ ചീരയാണ്. അകത്തിച്ചീരയാണ് പുട്ടിൻ്റെ കൂടെയുള്ള കറക്റ്റ് കോമ്പിനേഷൻ. അകത്തിച്ചീരയും പുട്ടും കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കൽ പോലും തൈറോയിഡ് പ്രോബ്ലം ഉണ്ടാവില്ല. എന്തുണ്ടാവില്ല? തൈറോയിഡ് പ്രോബ്ലം ഉണ്ടാവില്ല. ഹോർമോൺ ഇംബാലൻസ് ആണ് ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഹോർമോൺ ഇംബാലൻസിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ ഹോർമോൺ ഇംബാലൻസിനെ അഡ്രസ് ചെയ്യാനുള്ള ഭക്ഷണം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. മനസ്സിലായില്ലേ? പ്രത്യേകിച്ചിട്ട് നമ്മുടെ പെൺകുട്ടികളെ നിങ്ങൾ അതിനു വേണ്ടി പ്രാപ്തരാക്കണം. ഞങ്ങൾ പറയാം, അതിലേക്ക് വരാം. ഇത് കഴിഞ്ഞിട്ട് അതിലേക്ക് വരാം. അപ്പോൾ രാവിലത്തെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോട്ടീൻ അല്ലാത്ത എല്ലാ വെജിറ്റബിൾസിൻ്റെ കൂടെ കാർബോഹൈഡ്രേറ്റ് ചേർന്നാൽ കുഴപ്പമില്ല. ഇനി വേറൊരു രഹസ്യം പറയട്ടെ, നമ്മൾ കഴിക്കുന്ന ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാർബോഹൈഡ്രേറ്റ് ഭക്ഷണവും നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്. അത് പ്രകൃതി വിധിച്ച സാധനമല്ല. മനസ്സിലായോ? ഇതെല്ലാം പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇങ്ങനെ ജീവിക്കാൻ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എന്താ കഴിക്കുക? ഇയാളെന്താ പറയുന്നത്? കഴിക്കാനുള്ള ഭക്ഷണം ഇഷ്ടം പോലെയുണ്ട്, നമ്മളത് കണ്ടെത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഏതാണെന്ന് ഞാൻ പറഞ്ഞത് സത്യം നിങ്ങളോട് വെളിപ്പെടുത്തിയതാണ് കേട്ടോ. സത്യം ഞാൻ വെളിപ്പെടുത്തിയതാണ്. ഇതാണ് അതിൻ്റെ കറക്റ്റ് പൊസിഷൻ. ഇതാണ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന അരിയിൽ നിന്നും ഗോതമ്പിൽ നിന്നും കിട്ടുന്ന എല്ലാ കാർബോഹൈഡ്രേറ്റും മനുഷ്യ ശരീരത്തിന് സൂട്ടബിൾ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അല്ല. ഈ ധാരണ നമുക്കുണ്ടാവണം. ഒന്നാമത്തെ കാര്യം അതാണ്. മനസ്സിലായി? ഇനി കാർബോഹൈഡ്രേറ്റ് ഏതാണ് ഏറ്റവും നല്ലത്? 60% കാർബോഹൈഡ്രേറ്റ് വേണം, 30% പ്രോട്ടീൻ വേണം, 10% ഫാറ്റ് വേണം. ഇതാണ് മനുഷ്യ ശരീരം, ആരോഗ്യമുള്ള മനുഷ്യ ശരീരത്തിന് സാധനം വേണം. ഈ 60% കാർബോഹൈഡ്രേറ്റ് ഏത് കാർബോഹൈഡ്രേറ്റ് ആണ് വേണ്ടുന്നത്? അത് അരിയിൽ നിന്നും ഗോതമ്പിൽ നിന്നുമുള്ള കാർബോഹൈഡ്രേറ്റ് അല്ല വേണ്ടുന്നത്. അത് വേണ്ടുന്നത് ചക്കരക്കിഴങ്ങിൽ നിന്നും പ്രകൃതി വിധിച്ച കാർബോഹൈഡ്രേറ്റ് കിട്ടണം. മധുരക്കിഴങ്ങില്ലേ? ഈ മധുരക്കിഴങ്ങിലുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് ഏറ്റവും നല്ലത്. കരിപ്പിൽ നിന്നുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് ഏറ്റവും നല്ലത്. ചെറുധാന്യങ്ങളിൽ നിന്നുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് ഏറ്റവും നല്ലത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് 2023 തോന്നുന്നു മില്ലറ്റിൻ്റെ വർഷമായിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചത്. 2023 ഞാനല്ലോ ഓർമ്മ അല്ലേ? 2023 ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചു മില്ലറ്റ് വർഷമാണ്, ചെറുധാന്യങ്ങളുടെ വർഷമാണ്. ആരെങ്കിലും ചെറുധാന്യങ്ങളിലേക്ക് വന്നിട്ടുണ്ടോ? റാഗി കഴിക്കുന്ന എത്ര പേരുണ്ട്? സംഖ്യ വർദ്ധിച്ചിട്ടുണ്ടല്ലോ. സൂപ്പർ സൂപ്പർ. റാഗിപ്പുട്ട് ഭൂക്കര സാധനമല്ലേ? റാഗിപ്പുട്ട് എന്ത് രസമാണല്ലേ? ക്ഷമോ ഞാനിപ്പോഴത്തെ വളരെ ഭക്ഷണം ഈ കാർബോഹൈഡ്രേറ്റ് സീറോയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അരിയും ഗോതമ്പൊക്കെ സീറോയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ സ്കൂളൊക്കെ വന്ന് ഇത് കഴിച്ച നിർവാഹമുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് സ്മെല്ല് കണ്ടിട്ട് ഉറപ്പാണ് വിരുദ്ധാഹാരമാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. സ്മെല്ല് കേട്ടിട്ട് ആ സ്മെല്ല് മണത്തിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം ഇന്നത്തെ ഭക്ഷണം വിരുദ്ധാഹാരമാവാനാണ് സാധ്യത. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ക്ഷീണിച്ച സാധനം ഇതായിപ്പോയി. എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ശരി, കാർബോഹൈഡ്രേറ്റ് 60% വേണ്ടുന്നത്.
കാർബോഹൈഡ്രേറ്റ് ആയിട്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. കാർബോഹൈഡ്രേറ്റിന്റെ കൂടെ ട്രേസ് എലമെന്റ് ഉള്ള ആഹാരമാണ് ഏറ്റവും ഉത്തമം. എന്ത് വരണം? ട്രേസ് എലമെന്റ് വരണം. 108ലധികം ട്രേസ് എലമെന്റുകളെ കുറിച്ചിട്ട് ഭാരതം ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 108ലധികം ട്രേസ് എലമെന്റുകളാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ. ഇത് ഫ്രൂട്ടിൽ നിന്ന് കിട്ടണം, നമ്മൾ ഉണ്ടാക്കുന്ന ചില ഭക്ഷണങ്ങളിൽ നിന്ന് കിട്ടണം. പാചകം ചെയ്യുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടില്ല, അല്ലാതെ ഭക്ഷണങ്ങളിൽ നിന്നും ഈ ട്രേസ് എലമെന്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. മനസ്സിലായോ? അപ്പോൾ മധുരക്കിഴങ്ങിൽ ട്രേസ് എലമെന്റ് വേണം. കരിമ്പ് കാർബോഹൈഡ്രേറ്റ്, നല്ല കാർബോഹൈഡ്രേറ്റ് ആണ്, അതിൽ ട്രേസ് എലമെന്റ് കിട്ടണം. നെല്ല് ട്രേസ് എലമെന്റ് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം നെല്ല് പച്ചക്ക് തിന്നാൻ പറ്റില്ല, നെല്ല് വേവിച്ചാൽ പോലും നമുക്ക് തിന്നാൻ പറ്റില്ല. അതിൻ്റെ കൂടെ ഒരു 4 കൂട്ടം കറി ഉണ്ടെങ്കിലേ തിന്നാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ആവശ്യമുള്ള സാധനമല്ലാതെ എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? ആരെങ്കിലും ചോറ് പച്ചക്ക് തിന്നോ? എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയല്ല. പച്ച എന്ന് പറഞ്ഞാൽ നെല്ല് തിന്നാൻ പറ്റുമെങ്കിലാണ് പ്രകൃതി വിരിച്ചെന്ന് പറയാൻ പറ്റുക. അത് പോയിട്ട് അത് കുത്തി അരിയാക്കിയാൽ പോലും നമുക്ക് പച്ചക്ക് തിന്നാൻ കഴിയില്ല. 1, 2, 3 കൈ പോലെ വരും അല്ലേ? പക്ഷേ ചക്കരക്കിഴങ്ങ് പച്ചയായിട്ട് തിന്നാം. പച്ചിരുന്നാൽ ലേവനം വേണോ? വേണ്ട. അതേപോലെ തന്നെ കരിമ്പ് കടിച്ചതൂടെ, അതാണ് പ്രകൃതി വിധിച്ച കാർബോഹൈഡ്രേറ്റ്. ഇനി ഒരു രഹസ്യം കൂടെ ഞാൻ പറയാം. ചെയ്യാൻ പറ്റുന്നവർ ചെയ്തോ, ചെയ്യുന്നവരുടെ സംഖ്യ വളരെ കുറവാണ്. ഞാൻ ഇതുവരെ പറഞ്ഞിട്ട് ഫീഡ്ബാക്ക് കിട്ടിയത് 6 ഫീഡ്ബാക്കാണ്. 6 രക്ഷാകർത്താക്കളിൽ നിന്നാണ് എനിക്ക് ഇതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടിയത്. ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിലുള്ള മാറ്റം അവർ ഐഡൻറ്റിഫൈ ചെയ്ത് എനിക്ക് അയച്ചു തന്നത് 6 രക്ഷാകർത്താവ് മാത്രമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോലുള്ള വിദ്യാലയങ്ങളെ യാത്ര ചെയ്ത് ക്ലാസ് കൊടുത്തിട്ട് 6 രക്ഷാകർത്താവ് ഇതിൻ്റെ ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം. കടൽ ഇതിൻ്റെ അടുത്താണോ? കടലെടുത്താണോ? കടലിൻ്റെ അടുത്ത് എത്ര കിലോമീറ്റർ പോകണം കടലിലേക്ക്? 20 കിലോമീറ്റർ ചെറിയ ദൂരല്ലേ? കടലിലേക്ക് പോയിട്ട് നിങ്ങളൊരു സാധനം കൊണ്ടുവന്നിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടിയുടെ ബുദ്ധിയെ വെല്ലാൻ വേണ്ടി ലോകത്ത് ആർക്കും സാധ്യമല്ല. ഒരു ദിവസം കൊടുത്താൽ കിട്ടൂലേ? ഇടക്കിടക്കേ കടലിൽ പോയിട്ട് വരണോ? മനസ്സിലായില്ലേ? അതിനൊരു മൊഡ്യൂൾ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനെ ഭ്രമണം എന്നാണ് പറയുക. ഭ്രമണം, അതായത് കുട്ടിയെയും കൂട്ടിയിട്ട് പോകേണ്ടുന്ന വിവിധ സ്ഥലങ്ങളുണ്ട്. ഈ കടൽ വെള്ളം കൊണ്ടുവരണം. കടലിലുള്ള വെള്ളം 1 ലിറ്റർ കടൽ വെള്ളം കൊണ്ടുവന്നിട്ട് 30 ലിറ്റർ സാധാരണ വെള്ളത്തിൽ കലക്കിയിട്ട് വീട്ടിലുണ്ടാക്കുന്ന ചക്കരക്കിഴങ്ങിലോ കരിമ്പിൻ്റെ അകത്തോ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് വളർന്നു വന്നു കഴിഞ്ഞാൽ ആ കരിമ്പ് മുറിച്ചിട്ട് ജ്യൂസ് ആക്കിയിട്ട് കുട്ടിക്ക് കൊടുക്കുക. വേറെ ഒന്നും ചേർക്കരുത്. അതാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. അതിന് കൂടെ 1-2 സാധനം ചേർക്കേണ്ട സാധനം ഞാൻ പറയാം. ഇതേപോലെ ചക്കരക്കിഴങ്ങും കുട്ടികൾക്ക് കൊടുക്കുക. ഈ കടൽ വെള്ളം ഡൈലൂട്ട് ചെയ്ത് ആ കടൽ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയഡിൻ കിട്ടും. അയഡിൻ ഒരു കുട്ടിയുടെ ബുദ്ധിവികാസത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ട്രേസ് എലമെന്റ്. അയഡിൻ ഇല്ലാത്തത് കൊണ്ടാണ് പലർക്കും തൈറോയിഡ് പ്രശ്നം ഉണ്ടാവുന്നത്. അതിന് എന്ത് വേണം? കടൽ വെള്ളത്തിൽ നിന്നും ശേഖരിച്ച കരിമ്പോ മധുരക്കിഴങ്ങോ അല്ലെങ്കിൽ അവക്കാഡോ പോലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഈ അയഡിൻ്റെ ഡെഫിഷ്യൻസി നമുക്ക് കൂട്ടാൻ സാധിക്കുകയുള്ളൂ എന്നർത്ഥം. എത്ര പേർ തയ്യാറാണ് കടൽ വെള്ളം കൊണ്ടുവന്നിട്ട്? കുട്ടീൻ്റെ ബുദ്ധിയുടെ കാര്യമാണ്. മനസ്സിലായില്ലേ? സുന്ദർ പിച്ചെ വാങ്ങിക്കുന്ന ശമ്പളം എത്രയാണെന്നറിയോ? സുന്ദർ പിച്ചെന്ന് അറിയില്ലേ? ആരാണ്? ഇതിൽ ആരാണ്? എത്രയാണ് ശമ്പളം അറിയോ? ഇല്ല, വാങ്ങുന്നയാളെന്നറിയോ അല്ലേ? സുന്ദർ പിച്ചെ ആവാൻ പറ്റും മോൻ. നോക്കുന്നോ? ഒരു കൈ നോക്കുന്നോ? നോക്കുന്ന കൈ ചെയ്യും. കുറച്ച് കൈകൾ ചെയ്യണ്ടോ? ആ മോനാണോ മോളാണോ? മോനാണ്. ഒരു ചാലഞ്ച് ഏറ്റെടുത്താലോ? ജോലി ചെയ്യുന്നുണ്ടോ വേറെ? ഇല്ല. വീട്ടിലെ കാര്യം എന്താണെന്ന് വിചാരിക്കും. നിങ്ങളോട് പറയാനാണ് തോന്നുന്നത്. എത്ര അധികം ആണ്ടായി നിങ്ങളോട് പറയാൻ എങ്ങനെയാണെന്ന് തോന്നിയത് എനിക്കറിയില്ല കേട്ടോ. എന്തോ ദൈവനിശ്ചയമായിരിക്കാം. ട്രൈ ചെയ്യുന്നോ? സൂപ്പർ സാധനമാണ്. അസാമാന്യമായ ബുദ്ധിശക്തിയുള്ള മകനായിട്ട് മാറാൻ സാധിക്കും. എല്ലാവർക്കും സാധ്യമാണ്. എന്തോ ഇവരെയാണ് എൻ്റെ മുമ്പിൽ എന്തോ ആരോ പറയാൻ പറ്റാൻ ചോദിച്ചത്. അതുകൊണ്ടാണ് അറിയില്ലേ? എന്തുകൊണ്ടാണ് തോന്നിയതൊക്കെ അറിയില്ല. ട്രൈ ചെയ്യുന്നോ? ആവൂലല്ലേ? ദിവസം പോണ്ട. അതായത് 30 ലിറ്റർ വെള്ളത്തിൽ 1 ലിറ്റർ കടൽ വെള്ളം മിക്സ് ചെയ്യാൻ പറ്റുന്നത്. ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ പോകേണ്ടി വരും. 2 ആഴ്ചക്ക് ഒരിക്കൽ പോകുക. ഒരു ക്യാനുമായിട്ട് പോവുക. കടലൊക്കെ കുട്ടികളെ കാണിച്ച് ഈ ക്യാനിൻ്റെ അകത്ത് 1 ലിറ്റർ ക്യാൻ 2 ലിറ്റർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ 1 മാസത്തേക്ക് പോകണ്ട.
കൊണ്ടുവരിക, വെള്ളത്തിൽ ചേർത്ത് വെക്കുക. ഡെയിലി സാധാരണ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ലേ, അതേപോലെ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് നോക്കിക്കോ. സൂപ്പർ. അസാമാന്യമായ ബുദ്ധിശക്തിയുള്ള കുട്ടിയായി മാറും. നിങ്ങളിത് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പണി തട്ടിക്കളയും. കാരണം റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ എല്ലാം റിസൾട്ട് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രമേ പുറത്ത് പറയുള്ളൂ, ഇല്ലേ പറയില്ല. പരീക്ഷണത്തിന് കുറേ ആൾ ഇവരെ ഞാനൊരു പരീക്ഷണ വസ്തുവായിട്ടാണ് കണ്ടതായിരുന്നു. പക്ഷേ ഇവരതിൻ്റെ വലിയ കാര്യമാണ്. ഈ വൈകുണ്ഠ ഭാഗത്ത് നിന്ന് ഒരാളെ കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാനെൻ്റെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യും, ചോദിക്കും അവൻ എന്തുണ്ട്, ഇപ്പോൾ എന്തുണ്ട്, ഓർമ്മശക്തി വർദ്ധിക്കുന്നുണ്ടോ, പഠിച്ച കാര്യങ്ങൾ പരീക്ഷയിൽ. ബ്രെയിൻ സ്റ്റം എന്ന് പറയുന്ന സാധനമുണ്ട് നമ്മുടെ ബ്രെയിനിൽ. കേട്ടിട്ടുണ്ടോ ബ്രെയിൻ സ്റ്റം? ബ്രെയിൻ സ്റ്റം കേട്ടിട്ടുണ്ടോ? ഈ ബ്രെയിൻ സ്റ്റം ആക്റ്റീവായ ആ കുട്ടിയെ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ശരി. അതിൻ്റെ യഥാർത്ഥ വികാസം ഉണ്ടാക്കാൻ വേണ്ടി അണ്ടത്തിലും മഞ്ഞത്തിലും, ഞാൻ നേരത്തെ പറഞ്ഞ അണ്ടത്തിലും ബീജത്തിലും സാധനം കൊടുക്കണം. ഇപ്പം ചെയ്താൽ തന്നെ ഒരു പരിധി വരെയുള്ള റിസൾട്ട് കിട്ടും. ഇനി സുന്ദർ പിച്ചേൻ്റെ പകുതിയൊന്നും കിട്ടിയാൽ പോരെ പകുതി മട്ടല്ലേ, 100-1 കിട്ടിയാൽ മതി സുന്ദർ പിച്ചേൻ്റെ. എന്ത് സുഖമായിരിക്കും. വൈകുണ്ഠം വിദ്യാലയത്തിലേക്ക് 5 കോടി കൊടുക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും വേണോ? ഇവരിന്ന് രാവിലെ 10 ഉള്ളൂ. 5 കോടി ഉണ്ടെങ്കിൽ ഈ വിദ്യാലയത്തിൽ പ്രസന്റ് ചെയ്തു. ആ 5 കോടി കൊടുക്കാൻ ശേഷിയുള്ള മക്കളെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ. സാധ്യമാണ്, അസാധ്യമാകില്ലെന്നും മർത്യന് മനസ്സ് വെച്ചിയില്ലെന്ന് മഹാനായ കവി പാടിയിട്ടുണ്ട്. നിങ്ങൾ ശ്രമിച്ചു നോക്കൂ നിങ്ങൾ. ട്രൈ ചെയ്തോളൂ ചേച്ചി ഒന്ന്. ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. അങ്ങനെ ട്രേസ് എലമെൻ്റ് ഉള്ള കാർബോഹൈഡ്രേറ്റ് കൊടുക്കണം കുട്ടികൾക്ക്. ഇതാണ് എൻ്റെ ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ. അപ്പോൾ ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് പ്ലാന്റ് പ്രോട്ടീനും ആനിമൽ പ്രോട്ടീനും 30% മാത്രമേ വേണ്ടൂ എന്ന ധാരണ വേണം. ഒരു മുട്ട കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അന്ന് കടലിൽ പരിപ്പൊന്നും വേണ്ട. ഒരു മുട്ടയിൽ തന്നെ ആവശ്യമുള്ള പ്രോട്ടീനായി, ഒരു ദിവസത്തേക്ക് കൊടുത്ത പ്രോട്ടീനായി. പാല് വേണ്ട പിന്നെ. മനസ്സിലായില്ലേ? എൻ്റെ അഭിപ്രായത്തിൽ പാല് നമുക്ക് ആവശ്യമില്ല. മനസ്സിലായില്ലേ? പാല് ആവശ്യമുണ്ടോ മനുഷ്യന്? പാലിലൂടെ എന്താ കിട്ടുന്നത്? കാൽസ്യം കിട്ടും. ഓക്കെ, കാൽസ്യം കിട്ടുന്ന വേറെ എന്തെല്ലാം സാധനമുണ്ട്? പാലിലേക്കൂടെ വേറൊരു സാധനം കൂടെ കിട്ടുന്നുണ്ട്. എന്താണതെന്ന് അറിയോ? എന്താണത്? പാലിലൂടെ കിട്ടുന്ന മറ്റൊരു സാധനം എന്താണ്? ഗ്രോത്ത് ഹോർമോൺ പാലിലൂടെ കിട്ടുന്നുണ്ട്. എന്താണ്? ഗ്രോത്ത് ഹോർമോൺ. നിങ്ങൾ 1 ലിറ്റർ പാല് കുഞ്ഞ് ജനിച്ച് പാല് കുടിക്കാൻ പറ്റുന്ന സമയമാകുമ്പോൾ തൊട്ട് ഒരു 7 വയസ്സ് വരെ സ്ഥിരമായിട്ട് 1 ലിറ്റർ പാല് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി 7 വയസ്സിൽ പ്രായപൂർത്തിയാകും. മനസ്സിലായോ? പശുക്കുട്ടിയുടെ ഗ്രോത്ത് ഹോർമോണിന് വേണ്ടിയിട്ടാണ് പശു പാല് കൊടുക്കുന്നത്. പശു എത്ര വയസ്സിൽ പ്രായപൂർത്തിയാകണം? ഒരു പശുക്കുട്ടി എത്ര വയസ്സിലാണ് പ്രായപൂർത്തിയാവുക? പ്രസവിക്കേണ്ടുന്ന പ്രായത്തിലാണ് പശുവിൻ്റെ. ഇത് എന്താ ചെയ്യുന്നത്? നമ്മുടെ രക്ഷാകർത്താക്കളൊക്കെ ഇങ്ങനെ അപ്ഡേഷൻ ഒന്നും പഠിക്കുന്നില്ലേ? എത്ര വയസ്സിൽ പശുക്കുട്ടി ആവണം അമ്മേ പ്രായപൂർത്തിയാവും? പ്രസവിക്കണം ഒരു കുട്ടി, പശുക്കുട്ടി? അറിയില്ല. എത്ര? അല്ലല്ലോ, 1 2.5 വയസ്സ്. 2.5 വയസ്സിൽ പശുക്കുട്ടി പ്രായപൂർത്തിയാകും. ആ പ്രായപൂർത്തിയാകാൻ വേണ്ടിയിട്ടുള്ള ഗ്രോത്ത് ഹോർമോണാണ് പശുവിൻ പാലിലൂടെ ഈ പശുക്കുട്ടിക്ക് പശു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ 2.5 വയസ്സ് പ്രായപൂർത്തിയാകണം. ജനിച്ച ഉടൻ തന്നെ എഴുതി നിൽക്കും. നമ്മളെ കുട്ടി നിൽക്കുമോ? എത്ര ദിവസം അല്ലേ? ഒന്ന് ഓടണ്ടെങ്കിലും പര്യത്തിലുണ്ട്. അങ്ങനെയാണ് ആ കുട്ടി വളരാൻ പാടുള്ളൂ. വൈകാരികമായ വികാസം ഉണ്ടാകുന്നത് വരെ അതിനിങ്ങനെ സമയം വേണം. ഇപ്പൊ നമ്മുടെ കുട്ടി മിനിമം ഒരു 11-12 വയസ്സിലേ പ്രായപൂർത്തിയാവാൻ പാടുള്ളൂ. ഈ കുട്ടി 7 വയസ്സിൽ പ്രായപൂർത്തിയായുള്ള അവസ്ഥ എന്തായിരിക്കും? സ്ഥിരമായിട്ട് 1 ലിറ്റർ പാല് കുടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുട്ടി പ്രായപൂർത്തിയാകും 7 വയസ്സിൽ. പാല് മാത്രമല്ല കേട്ടോ, വേറെ കുറേ സാധനങ്ങളുണ്ട്. ഇനി അതിൽ ഞാൻ പറയാം. അതും കൂടെ കഴിച്ചാൽ ഉറപ്പാണ് ഭയങ്കര അപകടകരമായി മാറുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് പ്രോട്ടീൻ 30% വേണ്ടൂ എന്നുള്ള ധാരണയിൽ നമ്മൾ കടല കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടാണ്? മുട്ടയുടെ ആവശ്യമില്ല. മനസ്സിലേ? മുട്ട കഴിച്ചാൽ പിന്നെ കടലയും പരിപ്പും കൊടുക്കേണ്ട ആവശ്യമില്ല. ട്രേസ് എലമെൻ്റ് ഉള്ള മറ്റു ഭക്ഷണ പദാർത്ഥങ്ങൾ കിട്ടണം. മനസ്സിലേ? ഫാറ്റ് കിട്ടണം. ഈ ഭക്ഷണ പദാർത്ഥങ്ങളാണ് പിന്നീട് നമ്മൾ ഉൾപ്പെടുത്തേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അടിസ്ഥാന തത്വം. അതാണ് ഇതിനർത്ഥം. ഓക്കെ, ഇനി ശരി. ഇനി രാവിലെ കഴിക്കേണ്ടുന്ന നല്ലൊരു ഫുഡ് ഞാൻ പറഞ്ഞുതരാം. ഇത് കഴിക്കുന്നത് കൂടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. രാവിലെ നിങ്ങൾ ഇതേപോലെ ചക്കരക്കിഴങ്ങ് സ്ക്രാബ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് തേങ്ങയും ശർക്കരയും ചേർത്തിട്ട്
നിലക്കടലക്ക പൊടിച്ചിട്ട് 4 നിലക്കടലക്ക പൊടിച്ചിട്ട് ഇത് കുട്ടിക്ക് കൊടുക്കുക. സൂപ്പർ ബുദ്ധിയായിരിക്കും ഒരു ഫുഡ്. രണ്ടാമത്തെ ഫുഡ് കരിമ്പ്. കരിമ്പിനെ കിട്ടുമോ? ഓടി കിട്ടുമോ? കരിമ്പ് കിട്ടുമോ? ഈ നാട്ടിൽ കരിമ്പ് കിട്ടുമോ? റോഡ് സൈഡിലൊക്കെ ഉണ്ടാവും. യാത്ര പോകുമ്പോൾ ഒരു കുപ്പിയില്ലാത്ത കരിമ്പ് ജ്യൂസ് വാങ്ങി കൊണ്ടുവരിക. അയാളോട് പറയാം ഐസ് ചേർക്കരുത്, നാരങ്ങ ചേർക്കരുതെന്ന് പറയാം. ഇത് രണ്ടും നാരങ്ങയും ഐസും ചേർക്കും. ഇത് രണ്ടും വേണ്ട ചേട്ടാ, പ്യൂർ മതി, 5 രൂപ ജാസ്തി തരാമെന്ന് പറയാം, 10 രൂപ ജാസ്തി തരാമെന്ന് പറയാം. എന്നിട്ട് കുപ്പീൻ്റെ അകത്ത് ഇത് വാങ്ങിച്ചു കൊണ്ടുവരാം. യാത്രയിൽ പോകുമ്പോൾ കുപ്പി കരുതണം. എന്നിട്ട് ഇത് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഈ കരിമ്പിൻ്റെ അകത്ത്, കരിമ്പിൻ്റെ ജ്യൂസിൻ്റെ അകത്ത് അവക്കാഡോ എന്ന് പറയുന്ന സാധനമുണ്ട്, കേട്ടോ? അവക്കാഡോ ആ കുരു എടുത്ത് കളഞ്ഞിട്ട് ചിരണ്ടിയിട്ട് ആ അവക്കാഡോയിലുള്ള ആ വെള്ള സാധനം അത് അതിൽ ചേർക്കുക. 4 നിലക്കടലക്കയും അതിൽ ചേർക്കുക, പൊടിച്ചിട്ട് ചേർക്കുക. ഈ സാധനം ചേർത്തിട്ട് എല്ലാ ദിവസവും ഒരു 3 ദിവസം, ആഴ്ചയിൽ 3 ദിവസം കൊടുക്കും. അസാമാന്യമായ ബുദ്ധിശക്തിയുള്ള കുട്ടിയെ നിങ്ങൾക്ക് വാർത്തെടുക്കാൻ വേണ്ടി സാധിക്കും. മനസ്സിലായില്ലേ? രാവിലെ നിങ്ങൾ ഇങ്ങനെ ഒരുപാട് പുട്ടും കടലും കൊടുക്കണ്ട, അല്ലെങ്കിൽ ദോശയും ചട്ടിയൊന്നും കൊടുക്കണ്ട. 3 ദിവസം ഇത് കൊടുക്കുക. ഇനി രാവിലെ കൊടുക്കേണ്ടുന്ന ഒരു ഉഗ്രൻ സാധനം എന്താണെന്നറിയോ? ദോശയുടെ കൂടെ അകത്തിച്ചീര പറ്റുമെങ്കിൽ കൊടുക്കുക. അകത്തിച്ചീര, അതിൻ്റെ ചമ്മന്തി, അകത്തിച്ചീര ചേർത്തിട്ട് ചമ്മന്തി. 1 അകത്തിച്ചീര കേട്ടിട്ടുണ്ടോ? ഇത് കേൾക്കാൻ നിങ്ങൾ തലയാടുന്നെങ്കിൽ അകത്തിച്ചീര ഇവിടെ കിട്ടില്ലേ? കിട്ടാണെന്താ? ഒന്ന് ഗൂഗിൾ അമ്മാവനോട് ചോദിക്കുക, അകത്തിച്ചീര എവിടുന്ന് ഗൂഗിൾ അമ്മാവൻ ചോദിക്കുക, അമ്മാവൻ പറഞ്ഞു തരൂ. നിങ്ങൾക്ക് ഉണ്ടാവും, നാട്ടിലെവിടെയെങ്കിലും ഉണ്ടാവും അകത്തിച്ചീര ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോഴും ചില കമ്പനി അകത്തിച്ചീരയുടെ പൊടി ഇറക്കിയിട്ടുണ്ട്. 1000 പേർ പോയി ഷോപ്പിൽ ചോദിച്ചാൽ മതി. അകത്തിച്ചീര ഗ്രീൻ സിഗ്നേച്ചർ എന്ന മറ്റേ പോലെ ഏതൊരു കമ്പനി അകത്തിച്ചീരയുടെ പൊടി ഇറക്കിയിട്ടുണ്ട്. ഈ പൊടി ചമ്മന്തി ചേർക്കുക, എന്നിട്ട് കുട്ടിക്ക് കൊടുക്കുക. അയഡിൻ ധാരാളമുള്ളതാണ്. തൈറോയിഡ് ഒരിക്കലും ആ കുട്ടിക്ക് ഉണ്ടാവില്ല. അയഡിൻ ധാരാളമുള്ള സാധനമാണിത്. ആ ചമ്മന്തി ദോശയുടെ കൂടെ കൊടുക്കുക, ഇഡലിയുടെ കൂടെ കൊടുക്കുക. ഒരു കോമ്പിനേഷൻ. മറ്റൊരു കോമ്പിനേഷൻ, ചട്നിയുടെ കൂടെ നിങ്ങൾ നാടൻ നെല്ലിക്ക, കാട്ടു നെല്ലിക്ക കിട്ടും. കാട്ടു നെല്ലിക്ക കുരു കളഞ്ഞിട്ട് അത് അരച്ച് ചേർക്കുക ഇതിൻ്റെ അകത്ത്, ചമ്മന്തിൻ്റെ അകത്ത്. ഒരു കോമ്പിനേഷൻ. മുരിങ്ങയുടെ മാംസയുടെ ഭാഗം കുരു എടുത്ത് കളഞ്ഞിട്ട് മാംസയുടെ ഭാഗം ചിരണ്ടി എടുക്കുക, അത് ചട്നി ചേർത്തിട്ട് കൊടുക്കുക. എന്തെല്ലാം സാധനം ഉണ്ടെന്നറിയോ? നമ്മൾ വെറുതെ ഈ കുഴിമന്തിൻ്റെ പിന്നാലെ പോകണോ? ഷവർമ്മയുടെ പിന്നാലെ പോകണോ? അല്ലേ? ഇപ്പോഴത്തെ മലപ്പുറത്തെ ഏറ്റവും നല്ല ഫുഡല്ലേ കുഴിമന്തി, അല്ലേ? എന്തിനാ ഇതിൻ്റെ പിന്നാലെ പോകുന്നത്? കടയിൽ വെറുതെ ശരീരത്തിൻ്റെ കടയിൽ കൊണ്ടുപോയിട്ട് ഇവിടെ നല്ല ഫുഡുണ്ട്, സൂപ്പർ സാധനമാണിത്, ഇതാണ് കൊടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ രാവിലെ കൊടുക്കുക. ഇനി നമ്മുടെ വന്നപ്പോഴായോ? പക്ഷേ എനിക്ക് സമയമായോ? ധാരാളം സമയമാണ് എനിക്ക്. എന്തായാലും എനിക്ക് കൃഷിയൊക്കെ എത്തിക്കാൻ സാധിക്കുമല്ലോ. ഒരു കുഞ്ഞിന് 3 ജന്മമുണ്ട്. 3 ജന്മമാണ് ഒരു കുഞ്ഞിനുള്ളത്, അറിയോ? 3 ജന്മമുള്ളത്. എണീച്ചിലൊക്കെ പോകണോ? എണീച്ചിൽ പുറത്തൊക്കെ പോകണമെന്നുണ്ടോ? എണീച്ചിൽ പുറത്തേക്ക് ഒന്ന് പോകണമെന്നുണ്ടോ? ഇല്ല. ഒരു കുട്ടിക്ക് 3 ജന്മമുണ്ട്, അറിയോ? 3 ജന്മമാണ് ഒരു കുഞ്ഞിനുള്ളത്, അറിയോ? ഒന്നാമത്തെ ജന്മം അണ്ഡവും ബീജവുമായി സംയോജിക്കപ്പെടുമ്പോൾ ഒന്നാമത്തെ ജന്മം. രണ്ടാമത്തെ ജന്മം കൊക്കിൽ കൂടി ബന്ധം വേർപെടുത്തുമ്പോൾ രണ്ടാമത്തെ ജന്മം. മൂന്നാമത്തെ ജന്മം 11ാമത്തെ വയസ്സിൽ നടക്കുകയാണ്. ആ റോള് അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ, അച്ഛനില്ല. ഈ 3ാമത്തെ ജന്മത്തിൽ ആ ജന്മം എന്താണ്? മനസ്സുമായി അമ്മയുടെ ബന്ധം വേർപെടുന്ന സമയമാണ്. കുട്ടിയുടെ മനസ്സുമായി അമ്മയുടെ ബന്ധം വേർപെടുന്നതാണ് 3ാമത്തെ ജന്മം. ഈ സമയത്താണ് ഹോർമോൺ ചേഞ്ചസ് നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാവുന്നത്. ഈ സമയത്താണ് പ്രായപൂർത്തിയാകുന്നത്. ഈ സമയത്താണ് ആൺകുട്ടികൾക്ക് മീശ കിളർക്കുന്നത്, സൗണ്ട് മാറ്റം വരുന്നത്. ഈ സമയം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കണം. ഞാൻ കഴിഞ്ഞ മാസം കണ്ണൂരിൽ നിന്നും എറണാകുളം ഒരു വിദ്യാലയത്തെ ക്ലാസ് എടുക്കാൻ വേണ്ടി രാവിലെ ജനശതാബ്ദിക്ക് പോകാൻ വേണ്ടി ട്രെയിൻ കയറി ജനശതാബ്ദിക്ക് ഞാനിരുന്നു. അതിൻ്റെ നേരെ മുന്നിൽ വേറൊരു പെൺകുട്ടി വന്നിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പല പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത് കണ്ടപ്പോൾ എന്നോട് അവിടെ ചോദിച്ചു, മാഷാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ എല്ലാം കൂടെ മാഷല്ല, പക്ഷേ ഞാനിങ്ങനെ ക്ലാസ്സൊക്കെ കൊടുക്കുന്ന ട്രെയിനിങ് കൊടുക്കുക. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് നല്ല ഒരു ബോണ്ടിങ് ആയി. സംസാരിച്ച് നമ്മൾ നല്ല ബോണ്ടിങ് ആയി. അങ്ങനെ പല കാര്യങ്ങളും സംസാരിച്ച് അവൾ തൃശ്ശൂർ മണ്ണൂത്തി സർവകലാശാലയിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഞാൻ അവളെ നല്ലോണം സംസാരിക്കാൻ താല്പര്യമുള്ള കുട്ടിയാണ്, കേൾക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അവളോട് സ്ത്രീത്വത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞു.
സ്ത്രീ സരസ്വതിയാണ്, ദേവിയാണ്, ലക്ഷ്മിയാണ്. സ്ത്രീ എവിടെയാണോ ആരാധിക്കപ്പെടുന്നത് അവിടെ ഐശ്വര്യം ഉണ്ടാവും. അപ്പം ഇങ്ങനെ വാചാലമായി സംസാരിച്ചു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം ആ കുട്ടി എന്നോടൊരു വാക്ക് പറഞ്ഞു, ചേട്ടൻ ഇതെല്ലാം പറയാം, സരസ്വതിയാണ്, ലക്ഷ്മിയാണ്, ദേവിയാണെന്നൊക്കെ പറയാം. 7 ദിവസം നമ്മൾ അനുഭവിക്കുന്ന വേദന അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുക കേട്ടാ. ഏതായാലും അടുത്ത ജന്മത്തിൽ എനിക്ക് സരസ്വതി, ലക്ഷ്മി, ദേവിയൊന്നും ആവണ്ട, ചേട്ടനെ പോലെ ഒരു പുരുഷനായ വഴിയാവും. ഞാൻ ഞെട്ടിപ്പോയി. 7 ദിവസത്തെ വേദനയെ ഓർത്തിട്ട് ആ കുട്ടി 23 ദിവസവും കഴിച്ചു കൂട്ടുകയാണ്. ഞാൻ അവളിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്കാണ്. യഥാർത്ഥത്തിൽ 7 ദിവസം ഈ ആർത്തവ കാലഘട്ടത്തിൽ വേദന ഉണ്ടാവില്ല, വേദന ഉണ്ടാവാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ ആർത്തവ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവാൻ പാടില്ല. ഈ ആർത്തവ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ദേഷ്യം വരാൻ വേണ്ടി പാടില്ല. ഈ ആർത്തവ കാലഘട്ടത്തിൽ അമിതമായ രക്തസ്രാവം ഉണ്ടാവാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് അറിയാം നിങ്ങൾക്ക്? നിങ്ങളുടെ ഭക്ഷണം 5 വയസ്സ് മുതൽ കറക്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. ആ ഭക്ഷണം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ആ ഭക്ഷണം പഠിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കൽ പോലും ഈ 7 ദിവസത്തിൽ അമിതമായ വേദന ഉണ്ടാവില്ല. ഒരു സൂചി കുത്തുന്ന വേദനയിൽ ഈ ദിവസത്തിൽ നിങ്ങൾ കഴിച്ചു കൂട്ടാൻ സാധിക്കും. ആ ടെക്നിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ചെറിയ കാര്യമാണ്. നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവലാണ്, നാവൽ പഴം. കുട്ടികളെ 5 വയസ്സ് മുതൽ നാവൽ പഴം കഴിക്കാൻ വേണ്ടി തയ്യാറാക്കണം, മാനസികമായി തയ്യാറെടുക്കണം. നാവൽ പഴം കേട്ടോ, ഞാറക്കാന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിൽ. കിട്ടുന്ന സമയത്ത് ധാരാളം കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കണം. ഒന്ന്. രണ്ടാമത്തെ സാധനം അശോകത്തിൻ്റെ ഇല വെച്ചിട്ട് ചമ്മന്തിയാക്കിയിട്ട് കഴിക്കണം. അശോകം എന്ന് പറയുന്ന സാധനം കേട്ടിട്ടോ? അശോകത്തിൻ്റെ മരം കേട്ടിട്ടോ? അതിൻ്റെ തളിരില എടുക്കണം. എന്താണ് തളിരില? തളിരില എടുത്തിട്ട് അരച്ചിട്ട് ചമ്മന്തി വെച്ചിട്ട് കൂട്ടുക. മനസ്സിലായോ? ഭക്ഷണത്തിൻ്റെ കൂടെ ചമ്മന്തി വെച്ച് കൂട്ടുക. നിങ്ങൾക്ക് ഒരു വേദന ഉണ്ടാവില്ല. ഒരു 5 ദിവസം മുമ്പേ തുടങ്ങിയ പണി അത് ഡെയിലി ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. ഇടക്കിടയ്ക്ക് കഴിക്കണം. പിന്നെ 5 ദിവസം മുമ്പേ, ആർത്തവം വരുന്നതിന് 5 ദിവസം മുമ്പേ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുക. അതുകൊണ്ടാണ് ഒരു കമ്പനി അശോകാരിഷ്ടം എന്ന് പറഞ്ഞ ഒരു അരിഷ്ടം ഇറക്കിയിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? അത് കഴിച്ചാൽ വേദന ഉണ്ടാവില്ല. ഭക്ഷണം കഴിക്കാൻ പാടില്ല കേട്ടോ. അത് അരിഷ്ടത്തിൽ എന്ത് കഴിഞ്ഞാലും വേറെ ചെറിയ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. അതുകൊണ്ട് അത് കഴിക്കുന്നത് നല്ലതല്ല. പഠിപ്പിക്കുക തന്നെ എന്നോട് ദേഷ്യപ്പെടുന്നു. ചില കാര്യങ്ങൾ പറയുന്നുണ്ടോ, പറയാതിരിക്കാതെ ഒരു നിർവാഹമില്ലോ. നല്ലതെന്താണ്? അശോകത്തിൻ്റെ തളിരില ചമ്മന്തിയാക്കിയിട്ട് കഴിക്കുക. 2 കാര്യങ്ങളായി. മൂന്നാമത്തെ സാധനം നാവൽ പഴത്തിൻ്റെ മരത്തിൻ്റെ തളിരിലയും ഇതേപോലെ നിങ്ങൾ നന്നായിട്ട് ചമ്മന്തി വെച്ചിട്ട് കഴിക്കുക. 3 സാധനം കിട്ടിയില്ലേ? ഇനി 4-മത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. 4-മത്തെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫ്രൂട്ട്സിൻ്റെയും തളിരിലകൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഏത് ഫ്രൂട്ട്സിൻ്റെയും, മാമ്പഴത്തിൻ്റെ ഉപയോഗിക്കാം, പേരക്കയുടെ തളിരില ഉപയോഗിക്കാം. ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വേദന ഉണ്ടാവില്ല. ഹോർമോൺ ഇംബാലൻസിങ് ആണ് വേദനയുടെ പ്രധാനപ്പെട്ട കാരണം. അയഡിൻ ഡെഫിഷ്യൻസിയാണ് ഇതിൻ്റെ കാരണം. ഇത് 2ഉം അഡ്രസ്സ് ചെയ്യുന്ന ഭക്ഷണം നമ്മുടെ കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇപ്പോഴേ ഉൾപ്പെടുത്തി കൊണ്ടുവരണം. വിവിധ ഘട്ടങ്ങളിൽ നമ്മളിത് ഉൾപ്പെടുത്തണം. മനസ്സിലായോ നിങ്ങൾക്ക്? അടുത്തത് ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഭക്ഷണമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഉൾപ്പെടുത്താൻ പാടില്ലാത്തൊരു ഭക്ഷണമാണ് 5 വൈറ്റ് പോയ്സൺ. എന്താണ് 5 വൈറ്റ് പോയ്സൺ? അതാണ് 5 വൈറ്റ് പോയ്സൺ എന്നറിയോ? 1-മത്തെ വൈറ്റ് പോയ്സൺ പഞ്ചസാര. ഇപ്പോൾ തന്നെ നിങ്ങൾ കഴിച്ചില്ലേ പഞ്ചസാര? ഇതറിയാം, എന്നാലും കഴിക്കും അല്ലേ? എന്നാലും കഴിക്കും. പഞ്ചസാര നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത സാധനമാണ്. അത് കരിമ്പിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അതിലൊരു ഒരു കെമിക്കൽ ചേർക്കുന്നത് കൊണ്ടാണ് അതിന് വെള്ള കളർ വരുന്നത്. പക്ഷേ ഈ സാധനം കരിമ്പായിട്ട് നിങ്ങൾ കഴിക്കുകയാണ് ചെയ്യുന്നത്. കാർബോഹൈഡ്രേറ്റ് അതൊക്കെ കിട്ടും. പഞ്ചസാര ആവശ്യമില്ലാത്ത സാധനമാണ്. 2-മത്തെ സാധനം ഏഡഡ് സോൾട്ടാണ്. അഡീഷണലായിട്ട് ഉപയോഗിക്കുന്ന സോൾട്ടാണ് 2-മത്തെ സാധനം. 3-മത്തെ സാധനം ഇപ്പോഴത്തെ പാലാണ്. 3-മത്തെ സാധനം ഇപ്പോഴത്തെ പാലാണ്. ഇനി അഥവാ പാല് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടവർ നാടൻ പശുവിൻ്റെ പാല് കൊടുക്കുക.
വീട്ടിലെ നാട്ടിലുള്ള പുല്ല് തിന്നുന്ന പശുവിൻ്റെ പാല് കൊടുക്കുക. അതെങ്ങനെ കൊടുക്കണം? അര ഗ്ലാസ് പാലിൻ്റെ അകത്ത് അര ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് വേണം അത് കൊടുക്കാൻ. ഒരു ഗ്ലാസ് വെള്ളം മുഴുവൻ, ഒരു ഗ്ലാസ് പാൽ മുഴുവനായിട്ട് കുടിക്കാൻ പാടില്ല. അര ഗ്ലാസ് പാലിൻ്റെ അകത്ത് അര ഗ്ലാസ് വെള്ളം ചേർത്ത് കുടിക്കണമെന്ന് നിർബന്ധമുള്ളവരെ എൻ്റെ അഭിപ്രായത്തിൽ ഇതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുക. അപ്പോൾ പാല് നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്. നാലാമത്തേത് വൈറ്റ് റൈസാണ്. എന്താണ്? വൈറ്റ് റൈസ് നമ്മുടെ ഭക്ഷണത്തിൽ ആവശ്യമേ ഇല്ല നമുക്ക്. അഞ്ചാമത്തേത് മൈദയാണ്. നിങ്ങളിപ്പോൾ കഴിച്ച സാധനവും അത് തന്നെയാണ്. ഇപ്പോൾ കഴിച്ചിട്ടില്ലായിരുന്നു അല്ലേ? എന്ത് രസമാണ്. അപ്പോൾ ഈ സാധനം നമുക്ക് ആവശ്യമില്ലാത്ത 5 പ്രധാനപ്പെട്ട വൈറ്റ് പോയ്സൺ ആണ് എന്ന ധാരണ നമുക്കുണ്ടാവണം. ഇനി നമ്മൾ കുടിക്കേണ്ടതായിട്ടുള്ള ഭക്ഷണം, വെള്ളം ഏതൊക്കെയാണെന്ന് പറയാം. ഇന്ന് കേരളത്തിൽ ലിവർ സിറോസിസം സാധാരണമായി കൊണ്ടിരിക്കുകയാണ് അല്ലേ? പല ആൾക്കാർക്കാണ് ലിവർ സിറോസിസ് വരുന്നത്. ഒരു 20 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ലിവർ സിറോസിസം വന്നിട്ട് അതിൻ്റെ ആ കുട്ടിയുടെ ലിവർ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിൻ്റെ ധനസമാഹരണത്തിൻ്റെ ട്രഷറായിരുന്നു ഞാൻ ട്രഷറായതുകൊണ്ട് പൈസ കൊണ്ട് ക്ഷാമുണ്ടായില്ല. 50 ലക്ഷം രൂപ നമ്മൾ കളക്ട് ചെയ്തു. 50 ലക്ഷം രൂപ അമൃതയിൽ വെച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ നടന്നത്. കുട്ടിയെ കിട്ടിയില്ല, കുട്ടി പോയി. 50 ലക്ഷം രൂപ നമ്മൾ സമാഹരിച്ചു. ഓപ്പറേഷനൊക്കെ ഗംഭീരമായിട്ട് നടന്നു. കുട്ടിക്ക് 20 വയസ്സാണ് പ്രായം. 20 വയസ്സ്. എന്തുകൊണ്ടാണ് ലിവർ സിറോസിസ് വരുന്നത്? നമ്മുടെ വീട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം ലിവർ സിറോസിസിന് കാരണമായി മാറും. അതെന്താണെന്നറിയോ? മോര് കറിയാണ്. വീട്ടിൽ മോര് കറി ഉണ്ടാക്കാറില്ലേ? എങ്ങനെയാണ് മോര് കറി ഉണ്ടാക്കുന്നത്? വീട്ടിൽ മോര് കറി ഉണ്ടാക്കുന്നവർ പറയും, എങ്ങനെയാണ് മോര് കറി ഉണ്ടാക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ? ഇതിൻ്റെ ഒരു വശമുണ്ട്, പാചകശാസ്ത്രം. ഞാൻ ആ വിഷയം എടുക്കുന്നില്ല, അതൊരു വാസ്റ്റ് സബ്ജക്റ്റാണ്. പാചകശാസ്ത്രം നമ്മൾ പഠിക്കണം. എങ്ങനെ പാചകം ചെയ്യണമെന്ന് നമുക്കറിയണം. അതിലൊറ്റ കാര്യമാണ് പറയുന്നത്. എങ്ങനെയാണ് നിങ്ങൾ പാചകം ചെയ്യാറുള്ളത്? ഈ ഒരു മോര് കറി എങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്? മോര് കറി ഉണ്ടാക്കാറുണ്ടോ? എങ്ങനെ ഉണ്ടാക്കുന്നത് പറയും? എങ്ങനെ ഉണ്ടാക്കുന്നത്? ഉണ്ടാക്കുന്ന രീതി പറ. കഷ്ണമൊക്കെ മുറിച്ച് വേവിച്ച് വെച്ച് എന്നിട്ട് തേങ്ങ തൈര് അരച്ച് പതുക്കി കുടിച്ച് നല്ലോണം തിളപ്പിച്ചിട്ട് കൊണ്ട് എടുക്കും അല്ലേ? ഇങ്ങനെ സ്ഥിരമായിട്ട് നിങ്ങൾ കഴിച്ചാൽ നിങ്ങളുടെ ലിവർ അടിച്ചു പോകും. ലിവർ സിറോസിസം ഉറപ്പാണ്. ഇങ്ങനെ കഴിച്ചാൽ തൈരും മോരും ചൂടാക്കാൻ പാടില്ല. അത് രൂപമാറ്റം വരും, അത് ആൽക്കഹോളായിട്ട് മാറും. അത് ലിവർ കംപ്ലൈൻ്റ് ആക്കുന്ന സാധനമാണ്. പിന്നെ എങ്ങനെ മോര് കറി ഉണ്ടാക്കണം? ചേച്ചി പറഞ്ഞതുപോലെ എല്ലാം തിളപ്പിച്ച് തേങ്ങയൊക്കെ അരച്ച് കലക്കി റെഡിയാക്കി നല്ലോണം വേവിച്ച് കഴിഞ്ഞാൽ ഒരു മരത്തിൻ്റെ പാത്രത്തിലേക്ക് മാറ്റുക. പാത്രത്തിന് പോലും കണക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പൗരാണിക ഭാരതം പാചകശാസ്ത്രമാണ്, ഞാൻ ആ വിഷയത്തേക്ക് പോകുന്നില്ല. അങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി നല്ലവണ്ണം തണിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചേർക്കാം? തൈരോ മോരോ ചേർക്കാം. തൈരോ മോരോ ചൂടാക്കിയിട്ട് 1-2 ദിവസം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അത് വയറിന് എന്തെങ്കിലും അസുഖം വരുന്ന സമയത്ത് 1-2 ദിവസം നിങ്ങൾക്ക് അത് കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ബാക്കിയുള്ള ദിവസം സ്ഥിരമായിട്ട് ഈ മോര് കറി കഴിക്കാൻ പാടില്ല. മനസ്സിലായോ? സ്ഥിരമായിട്ട് കഴിച്ചാൽ ലിവർ അടിച്ചു പോകും. ഓക്കെ. ഇനി നമ്മുടെ ഇന്ന് മലയാളികൾക്ക് സാധാരണ നമ്മുടെ വീടുകളിൽ കൊളസ്ട്രോൾ ഇല്ലാത്ത ആൾക്കാരുടെ എണ്ണം വളരെ വളരെ കുറവാണ്. എന്താണ് കാരണം എന്നറിയോ? നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു ഉഗ്രൻ സാധനം ഉണ്ടായിരുന്നു. അത് നമ്മൾ എടുത്തിട്ട് കളഞ്ഞിട്ട് വേറൊരു സാധനത്തെ ഇങ്ങോട്ടേക്ക് സ്വീകരിച്ചു. ആ സാധനം എന്താണെന്നറിയോ? മഹാകവി പി കുഞ്ഞിരാമൻ നായർ ഇതിനെക്കുറിച്ചിട്ട് പറയാറുള്ളത്, ചെന്തെങ്ങിൻ്റെ ചോട്ടിൽ നിന്ന് സോഡാസമ്പത്ത് കടം വാങ്ങുന്നവരാണ് മലയാളി എന്നാണ്. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ചെന്തെങ്ങിൻ്റെ ചോട്ടിലാണ് നമ്മളുള്ളത്. നമ്മൾ സോഡാസർവത്തിന് വേണ്ടി കടന്ന് കൈനീട്ടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ പരമ്പരാഗതമായി ഉപയോഗിച്ചു കൊണ്ടിരുന്ന, അടുക്കളയിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ചിരട്ട കയ്യിൽ ഇന്ന് നമ്മുടെ വീടുകളിൽ നിന്നും നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്നു. ചിരട്ട കയ്യിൽ ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട്? ചിരട്ട തവി. കുറച്ച് പേരൊക്കെ ഉണ്ടല്ലേ. ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അളമാരിൻ്റെ അകത്താണോ? പിന്നെ കറിയിൽ ഉപയോഗിക്കുമോ? കറിയിൽ എങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത്? കറി ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൽ മുക്കി വെക്കുമോ? പാചകം ചെയ്യുമ്പോൾ ഇല്ല. അത് ഉപയോഗിക്കാൻ പഠിക്കണം. കറി പാചകം ചെയ്യുമ്പോൾ തന്നെ ഈ ചിരട്ടക്കയിൽ ചൂടാക്കുമ്പോൾ ചിരട്ടക്കയിൽ അതിൽ മുക്കി വെക്കണം. നല്ല തിളക്കുന്ന സമയത്ത് ചിരട്ടക്കയിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവണം. എന്നിട്ട് അത് വെച്ചിട്ട് വിളമ്പി കൊടുക്കുക. ഇത് കൊളസ്ട്രോളിനെ ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ഒരു സൂപ്പർ മെറ്റീരിയലാണ് ചിരട്ട. അതുകൊണ്ടാണ് പൗരാണിക ഭാരതം ചിരട്ട കയ്യിൽ ഉപയോഗിച്ചിരുന്നത്.
നമ്മളിത് ഒഴിവാക്കിയിട്ട് സ്റ്റീലിൻ്റെ കയ്യിൽ ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന്, സോഡാ സർബത്താണ് സ്റ്റീലിൻ്റെ കയ്യിൽ, ചിരട്ട കയ്യിൽ അമൃതാണ്, ചന്ദനാണ് ചിരട്ട കയ്യിൽ. മനസ്സിലായോ? ഇനി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കേണ്ടുന്ന വെള്ളം അത് ചിരട്ട കഴുകി വൃത്തിയാക്കി പൊടിച്ചിട്ട് തിളപ്പിച്ച വെള്ളത്തിലിടുക. ആ വെള്ളം കുടിച്ചാലും നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടാവില്ല വീട്ടിൽ. മനസ്സിലായോ? രണ്ടാമത്തെ ഒരു സാധനം പൂവരസിൻ്റെ ഇലയാണ്. ഇതൊരു 10 ദിവസം ഈ ചിരട്ട കയ്യിലെ വെള്ളം ഉപയോഗിക്കുക, ചിരട്ട പൊട്ടിച്ച വെള്ളം ഉപയോഗിക്കുക. 10 ദിവസം പൂവരസിൻ്റെ ഇല എടുക്കുക. 5 പൂവരസിൻ്റെ ഇല 8 ഗ്ലാസ് വെള്ളത്തിൽ, 10 ഗ്ലാസ് വെള്ളം വേണ്ടി 16 ഗ്ലാസ് വെള്ളം വേണ്ടിയിട്ട് 10 ഇല എടുക്കുക. അത് തിളപ്പിക്കുന്ന വെള്ളത്തിനകത്ത് ഇട്ട് വെക്കുക. നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ ഈ ഇതെടുത്ത് മാറ്റിയിട്ട് അരിച്ചിട്ട് ആ വെള്ളം കുടിക്കുക. ലിവർ പ്രൊമോഷന് ഇത്രയും നല്ല സാധനം വേറെയില്ല. നിങ്ങളുടെ ലിവർ സൂപ്പറായിട്ട് നിൽക്കും. ലിവർ നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. താങ്ക് യു യശോദേച്ചി, നിങ്ങൾ സൂപ്പർ അല്ലാണല്ലോ എന്ന് ആര് പറയും? ലിവർ പറയും. മനസ്സിലായില്ലേ? ശരി, എല്ലാവരും ക്ഷീണം പിടിച്ചെന്നറിയാം. പ്രാഥമികമായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഒരു 1 ഡേ ഉണ്ടെങ്കിൽ മാത്രമേ ഫുൾ ഫ്ലഡ്ജിൽ എനിക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കുകയുള്ളൂ. ഇനി കുറേ കാര്യങ്ങളുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്കുള്ള സംശയത്തിനുള്ള നിവാരണത്തിനുള്ള സമയമാണ്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് വൈകിട്ട് ചെയ്യാം.